ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ബേക്കൽ ഫോർട്ടിലാണുള്ളത് കാസർഗോഡ്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണിത്. ഗായ്സ്, ഇതാണ് ബേക്കൽ ഫോർട്ടിനകത്തേക്കുള്ള എൻട്രി. ഇവിടെ കാർ പാർക്കിങ്ങും ബൈക്ക് പാർക്കിങ്ങും ഉണ്ട്. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ പെർ പേഴ്സണ് 50 രൂപയാണ് ചാർജ് വരുന്നത്. ഓൺലൈൻ പേയ്മെൻ്റ് ഇല്ല, ക്യാഷ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണം. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെ ടിക്കറ്റ് ഫീസ് ഇല്ല. ഹിസ്റ്ററി: ഈ പ്രദേശം കരമ്പ രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും അധീനതയിലായിരുന്നു. പിന്നീട് കോലോത്തേരി രാജവംശം കീഴടക്കി. തുടർന്ന് ബേക്കൽ പ്രദേശം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറി. പക്ഷേ 1565 AD തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിനു ശേഷം ബഡനൂർ രാജാവ് ഈ പ്രദേശം കീഴടക്കി. ബഡനൂരിലെ ശിവപ്പ നായകൻ 1609 AD ബേക്കൽ കോട്ട നിർമ്മിച്ചുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ചില ഹിസ്റ്റോറിയൻസിൻ്റെ അഭിപ്രായത്തിൽ കോലോത്തിരി രാജാവ് നിർമ്മിച്ച ബേക്കൽ കോട്ട പിന്നീട് ശിവപ്പ നായകൻ 1645 to 1660 ടൈം പീരീഡിൽ പുതുക്കി പണിയുകയാണ് ഉണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട്. എൻട്രി ടൈം ഗായ്സ് 8 മണി തൊട്ട് 5:30 വരെയാണ് ഗായ്സ്. അപ്പോൾ 5:30ക്ക് ശേഷം പുതിയ വിസിറ്റേഴ്സിനെ ഒന്നും അകത്ത് കയറ്റില്ല. അകത്തുള്ള വിസിറ്റേഴ്സിനെല്ലാം അവർ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. 5:40 ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ബീച്ചിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടുത്തെ ഗേറ്റ് ക്ലോസ് ആക്കും. പിന്നെ മെയിൻ ഗേറ്റ് 6 മണിക്കാണ് ക്ലോസ് ആക്കുന്നത്. പക്ഷേ 5:30 ആകുമ്പോഴത്തേക്ക് തന്നെ അതിലുള്ള വിസിറ്റേഴ്സിനെല്ലാം പുറത്ത് ഇറക്കുന്നതായിരിക്കും. ഇതാണ് ഗായ്സ് എൻട്രി വ്യൂ. ഈ കാണുന്ന വഴി കൂടെ പോവുകയാണെങ്കിൽ ഗായ്സ് നമുക്ക് വാഷ്റൂം ഫെസിലിറ്റീസും ബേബി കെയർ റൂമും അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇവിടെ ഫ്രണ്ടിലും ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് ഉണ്ട്. മിനറൽ വാട്ടർ കൊണ്ടുവരാവുന്നതാണ്, ബട്ട് കുപ്പി നമ്മൾ തിരിച്ച് കൊണ്ടുപോകണം. അവിടെ ഒന്നും വലിച്ചു വാരി ഇടാൻ പാടില്ല, അത് കുറ്റകരമാണെന്ന് ഫ്രണ്ടിലൊരു ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഗായ്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ. അതുപോലെ തന്നെ ഇതിൽ ഒരു സംഭവങ്ങളും നമ്മൾ നശിപ്പിക്കാനും പാടില്ല എന്നും എഴുതി വെച്ചിട്ടുണ്ട്. കാണുന്നത് ഇവിടുത്തെ വാച്ച് പോയിന്റിൽ ഏറ്റവും വലിയൊരു വാച്ച് പോയിൻ്റാണ് ഗായ്സ് അത്. ഇത് പണ്ടത്തെ കാലത്ത് ഇവിടുത്തെ കിണറാണ്. ഈ കാണുന്നത്. ഇതിനകത്തിപ്പം അങ്ങനെ വെള്ളം ചെറുതായിട്ടേ ഉള്ളൂ, വലിയ രീതിയിലില്ല. അപ്പോൾ ഗായ്സ്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വാച്ച് വ്യൂ പോയിൻ്റ്. അപ്പോൾ ഇത് തേരി ആയതുകൊണ്ട് തന്നെ കയറാൻ കുറച്ച് പാടാണ് ഗായ്സ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഇത്രയും വ്യൂ കിട്ടി നമ്മുടെ ബേക്കൽ ബീച്ചിൻ്റെ. ഇപ്പോൾ ബേക്കൽ ബീച്ചിൽ ഡിസംബറിൽ ആയതുകൊണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ചെക്ക് ദാറ്റ് ടു. പിന്നെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു ഫെസ്റ്റാണ് ഈ ബേക്കൽ ബീച്ചിൽ നടക്കുന്ന ബേക്കൽ ഫെസ്റ്റ്. അതൊരു ഇൻ്റർനാഷണൽ ഫെസ്റ്റ് കൂടിയാണ്. ഫുൾ ലൈറ്റ് വർക്ക്സും പിന്നെ റൈഡ്സും കാര്യങ്ങളും ബീച്ച് വാക്കും സ്പോർട്സ് ആക്ടിവിറ്റീസും അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഗായ്സ്. ഗായ്സ്, ഈ ആകാശത്തുനിന്ന് വരുന്ന ഈ ലൈറ്റിൻ്റെ ഇതുണ്ട്, മറ്റ് ദൈവങ്ങളൊക്കെ വരുമ്പോൾ ഉള്ള ആ ഒരു ഇതുപോലെ ഉണ്ട്. ഇത് ആ വാച്ച് വ്യൂ പോയിൻറ്റിൻ്റെ ഇൻസൈഡ് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് നോക്കി ഇങ്ങനെ ബേക്കൽ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ നല്ല രീതിയിൽ കിട്ടും. അതുപോലെ എല്ലാ 360 ഡിഗ്രിയിലാണ് ഇതിൻ്റെ വ്യൂ കിട്ടുന്നത്. അപ്പോൾ ഈ കോട്ടയ്ക്കകത്ത് ഗൈസ് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാവുന്നതാണ്, അതിനൊന്നും പ്രശ്നമില്ല. ബട്ട് ഇതിലൊരു സംഭവങ്ങൾ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ ബേക്കൽ ഫോർട്ടിനകം ഫുൾ നല്ല ഹൈജീനാണ് ഗൈസ്, നല്ല വൃത്തിയാണ്. നമ്മൾ നടക്കുന്ന പാതയാണെങ്കിൽ പോലും നല്ല വൃത്തിയാണ്. അതുപോലെ സൈഡ്സ് ആണെങ്കിലും എല്ലാ ഏരിയയും നല്ല വൃത്തിയായിട്ടാണ് അവർ കീപ്പ് ചെയ്യുന്നത്. ഈ
ഈ ബേക്കൽ ഫോർട്ട് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ല് കൊണ്ടാണ് ഗൈസ്. നമ്മളൊക്കെ അതിന് വെട്ടുകല്ലെന്നാണ് പറയുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്തോട്ടൊക്കെ ചുടുകട്ട, പിന്നെ താവൂക്ക് അല്ലെങ്കിൽ സിമൻറ്റ് കട്ടയൊക്കെയല്ലേ കോമൺ ആയിട്ട് കാണുന്നത്. ഇവിടെ കാസർഗോഡിൻ്റെ പ്രത്യേകതയെ ഇവിടെ സെഡിമെൻ്ററി റോക്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വെട്ടുകല്ലാണ് കൂടുതലും. ഇവിടെ ബിൽഡിങ്സിനാണെങ്കിലും വീട് വയ്ക്കാനാണെങ്കിലും കോമൺ ആയിട്ട് എടുക്കുന്ന ഈ വെട്ടുകല്ലാണ്. അത് നല്ല ഹെവിയാണ്, ഭയങ്കര ലാർജുമാണ്. അത് മാത്രമല്ല ഉറുമ്പിൻ്റെ ശല്യവും കൂടുതലുണ്ട്. ഞാനവിടെ വലിയ വാച്ച് പോയിൻറ്റിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ പുതിയൊരു സ്ഥലം കണ്ട്. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ആ ഒരു ഇതിലോട്ട് പോയില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ആ പ്ലേസ്. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സ്ഥലങ്ങളുണ്ട്. ഇത് നമ്മൾ ഇതതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇത്രയും പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് ഈ ഫ്രണ്ട് വ്യൂവിലേക്ക് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ ആ ഒരു പുതിയ സ്ഥലം ഗൈസ്, ഇത് ചുറ്റുമതിലാണ്. ഇതിൽ കൂടെയാണ് ഇത്തവണ നമ്മൾ ഇത് ഫുൾ സഞ്ചരിക്കുന്നത്. ഇവിടെ എല്ലാം ഓരോരോ വാച്ച് വ്യൂ പോയിൻറ്റുകളുണ്ട്. ഇതിലെനിക്ക് ക്യൂട്ടായിട്ട് തോന്നിയത് ഈ ലൈറ്റിന് അവർ വെച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു സിമൻറ്റ് പോലത്തെ ഒരു ബോക്സ് നിർമ്മിച്ച് അതിനകത്ത് നല്ല കാണാൻ ഭംഗിയുണ്ട്. ഇത് പക്ഷേ ഒത്തിരി നടക്കണം. നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ഇത് ചൂസ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് ഫുൾ ഇവിടെ ഇങ്ങനെ കാടാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നടന്ന് വന്നപ്പോൾ നമ്മൾ വേറൊരു വാച്ച് വ്യൂ പോയിൻറ്റിലേക്ക് എത്തി. ഇവിടെ നിന്ന് നോക്കിയാൽ അത്യാവശ്യം ഒരു സൈഡ് പോർഷൻ കിട്ടും ബേക്കൽ ബീച്ചിൻ്റെയും അവിടുത്തെ ആ ഏരിയയുടെയും. പക്ഷേ ഇവിടെ നല്ല തെങ്ങുകളൊക്കെ കൊണ്ട് അത്യാവശ്യം നല്ല മറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ വാച്ച് വ്യൂ പോയിൻറ്റിൽ കയറാൻ വേണ്ടിയാണ് ഗൈസ് ഇത്രയും നടന്നെത്തിയത്. മുകളിലത്തെ ഏറ്റവും വലിയ വാച്ച് വ്യൂ പോയിൻറ്റിൽ കൂടെ നോക്കിയപ്പോൾ ഈ വ്യൂ പോയിൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. ഈ വ്യൂ പോയിൻറ്റിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല ബേക്കൽ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കിട്ടും, അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. ഈ വ്യൂ പോയിൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു ഇവിടെ വന്നവരെല്ലാം വന്ന വഴി കൂടെ തന്നെ തിരിച്ച് നമ്മുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും തിരിച്ച് നടക്കണമെന്ന്. അല്ല ഗൈസ്, ഈ വന്ന വഴി കൂടെ തന്നെ ചുറ്റുമതിലായതുകൊണ്ട് നമുക്കിങ്ങനെ ചുറ്റിയും അപ്പുറത്തെ സൈഡിലേക്ക് എത്താം. പക്ഷേ ഇത് കുറച്ച് നടക്കണമെന്നേ ഉള്ളൂ. പക്ഷേ നടന്നാലും ഇതിൽ കുറേ വ്യൂ പോയിൻറ്റുകളുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ സൈഡിൻ്റെ വ്യൂ കുറേ കാണാം. പക്ഷേ സെൻറ്ററിൽ കൂടെ പോകുമ്പോൾ അതിനകത്തുള്ള കുഞ്ഞു ഫോർട്ടുകളും കാര്യങ്ങളും മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഈ കാസർഗോഡിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഗൈസ്, ഇതുപോലത്തെ ഇങ്ങനത്തെ പുല്ല് ഇവിടെ എല്ലായിടവും കാണും. അതാ ഈ കാണുന്ന പോലത്തെ ഇത് ഞാൻ പക്ഷേ വേറെ എങ്ങും നമ്മളെ കേരളയിൽ കണ്ടിട്ടില്ല. ഇവിടെ കാസർഗോഡുണ്ട്. കുഞ്ഞു ഹോൾസ് ഇങ്ങനെ ഈ ഫോർട്ടിനകത്തുണ്ട്. ഇതിൽ കൂടെ അവർ നോക്കിയിട്ടുണ്ട് ഗൈസ്, കടലിലോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ടൊരു വാച്ച് വ്യൂ പോയിൻറ്റും ഉണ്ട്. അത് കാണാൻ നല്ല ക്യൂട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാൽ നല്ല രീതിയിൽ ഇങ്ങനെ കടലിൻ്റെ വ്യൂ ഒക്കെ കിട്ടും.
ഇതിൻ്റെ താഴെ ഒരു പാത്ത് കാണുന്നില്ല, അവിടെയൊക്കെ നമുക്ക് ഇറങ്ങാം. അതാണ് ഞാൻ പറഞ്ഞത് ബീച്ചിൽ ഇറങ്ങാമെന്ന്. പക്ഷേ നമ്മൾ ലേറ്റായിപ്പോയി. ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ 5:40 അപ്പോഴത്തേക്ക് ആ ഗേറ്റ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ താഴെ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇത് ടൈം കണക്കാക്കി കുറച്ച് നേരത്തെ വരണം. ഇതാണ് ഹോൾസ്. ഇതിൽ കൂടെയും പണ്ട് വരെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, കടലിൽ കൂടെയൊക്കെ ആരെങ്കിലും വരുന്നുണ്ടോ. ഇതാണ് ഗൈസ് ആ താഴത്തേക്ക് ഉള്ള വ്യൂ പോയിൻറ്റുകളിൽ ഇറങ്ങുന്ന ആ ഗേറ്റ്. അതാണ് ഇത് 5:40 ആകുമ്പോൾ ക്ലോസ് ആകും. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത് ക്ലോസ് ആയി, ഇനിയിപ്പോൾ എല്ലാവരും മെയിൻ ഗേറ്റിലേക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ ടൈം അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് വരണം ഗൈസ്. താഴെ ഇറങ്ങിയാലും നല്ല വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്, മിസ്സാക്കരുത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നോർമൽ വഴി. ഈ വഴി കൂടെ വരുവാണെങ്കിൽ അധികം അങ്ങനെ നടക്കാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചുറ്റുമതിൽ കൂടെ വരുവാണെങ്കിൽ കുറേ വ്യൂ പോയിൻറ്റും കടലുമൊക്കെ നല്ല ഭംഗിയിൽ കാണാം. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ വരുന്ന പോർഷനാണ്. ഇതിലങ്ങനെ ഇതിനകത്തുള്ള കുറച്ച് സ്ട്രക്ചറും കാര്യങ്ങളും മാത്രമേ കാണാൻ പറ്റൂ. ഇനിയിപ്പോൾ നമ്മൾ പുറത്തിറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് മെയിൻ ഗേറ്റുകളിൽ ഒരു ഗേറ്റ് ഇതാണ്. ഇത് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവർ ഈ ഗേറ്റ് പൂട്ടി. അതായത് ഏകദേശം 5:50 ആകുമ്പോഴത്തേക്കും ഈ ഗേറ്റ് പൂട്ടും. ഇനി ഏറ്റവും വലിയ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് ഇതിന് പുറത്തൊരു ഗേറ്റുണ്ട്, അതാണ് 6 മണിക്ക് ക്ലോസ് ആവുന്നത്. ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ഫ്ലാഗ് ഉയർത്തും ഗൈസ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇവിടെ ആയിട്ടൊരു ഗേറ്റുണ്ട്, ആ ഗേറ്റാണ് 6 മണിക്ക് അവർ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെ ഇങ്ങനെ ഷോപ്പുണ്ട്. നിങ്ങൾ ഉച്ച സമയത്ത് അല്ലെങ്കിൽ രാവിലെ ഒരു 11 മണിക്കൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ല വെയിലായിരിക്കും. അപ്പോൾ ഒരു ഹാറ്റ് തൊപ്പി കരുതുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും തൊപ്പി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ തൊപ്പി വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ വന്നത് ലേറ്റ് ആയതുകൊണ്ട് വാങ്ങിച്ചില്ല. പിന്നെ ഇവിടെ വെള്ളവും നിങ്ങൾക്ക് വാങ്ങിക്കാം, ഐസ്ക്രീംസ് ഉണ്ട്, പിന്നെ ചെറിയ ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളാണ് ഇവിടെ കൂടുതൽ. ഇതുപോലത്തെ ഉപ്പിലിട്ട ഐറ്റംസാണ് കൂടുതലും ഉള്ളത്, അതാണ് ഇവിടെ സെയിലാവുന്നതും. പിന്നെ അവിടെ നല്ല ഉന്തും തള്ളമൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ബേക്കൽ ഫോർട്ടിൻ്റെ വീഡിയോ. അടുത്തൊരു വ്ളോഗുമായി കാണാം. അതുവരെയും ബൈ ഗൈസ്, ടേക്ക് കെയർ.